എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഓണം എക്സാം കഴിഞ്ഞ സമയത്ത് പല ആൾക്കാർക്കും എന്തായിരുന്നു, പല പേപ്പേഴ്സും ടഫായിരുന്നു അല്ലേ. പല മക്കളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിസ് വിചാരിച്ചതുപോലെ ആയിരുന്നില്ല, എഴുതാൻ പറ്റിയില്ല, പഠിച്ചത് മറന്നുപോയി അല്ലേ. ഈ കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടികൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ അല്ലേ, നിങ്ങളുടെ പാരൻസ് ആയിക്കോട്ടെ, നമ്മൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും നിങ്ങളോട് എന്താ പറഞ്ഞത്, മക്കളെ ടെൻഷൻ അടിക്കേണ്ട, ഇത് ഓണം എക്സാം ആണ്, ഇത് നിങ്ങളൊരു ട്രയലാക്കി എടുക്കുക അല്ലേ, ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കണം. ഇനിയെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് ഓണം എക്സാമിന് ഇപ്പോൾ മിസ് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര A+ നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് എൻ്റെ കുട്ടികളൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഓണം എക്സാം ആയതുകൊണ്ട് ഇതിനിപ്പോൾ നിങ്ങൾക്ക് ഒരു A+ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ. പക്ഷേ ഇതേപോലെ നിങ്ങൾ പഠിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനും സെയിം സിറ്റുവേഷൻ ആയിരിക്കും, നിങ്ങളുടെ പബ്ലിക് എക്സാമിനും സെയിം സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് അല്ലേ, നമ്മുടെ ഫ്രണ്ട്സും എല്ലാവർക്കും ഫുൾ A+ ഒക്കെ കിട്ടുന്ന സമയത്ത് ഇതേ കാര്യം ആഗ്രഹിച്ച നമ്മൾ പഠിക്കാത്തത് കൊണ്ട് മാത്രം ഫുൾ A+ കിട്ടാതെ ആയി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയതുകൊണ്ടാണ്, എൻ്റെ ടീച്ചർ നല്ലപോലെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആൻഡ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്, ഈ ഒരു വർഷത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ടഫാണെന്ന് പറയാവുന്നതിൽ ഒരു കാര്യമില്ല. കാരണം നമ്മൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ടഫാകും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ കൃത്യമായിട്ട് പല സ്റ്റേജസിൽ പറഞ്ഞിട്ടുണ്ട്, ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അല്ലേ. നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മാറും, ടഫായിരിക്കും, ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ SCERT എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മോഡൽ ചോദ്യപേപ്പറും റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ മാതൃകാ ചോദ്യപേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്താണ് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എക്സ്പെക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം പഠിച്ചാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. പഠിച്ചാൽ മാത്രം എന്ന് പറയുമ്പോൾ പല മക്കളും പറയാറുണ്ട്, മിസ് ഞങ്ങൾ ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചു എക്സാം ടൈമിൽ അല്ലേ, ഞങ്ങൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടും ഞങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല. മക്കളെ, എഫേർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സാം ടൈമിൽ ഇടുന്നതല്ല. എക്സാം ടൈമിൽ നിങ്ങൾ എഫേർട്ട് ഇടണം, തീർച്ചയായിട്ടും അത് റിവിഷന് വേണ്ടിയിട്ടുള്ള എഫേർട്ടായിരിക്കണം. അല്ലാതെ എക്സാമിൻ്റെ തലേ ദിവസം ഇരുന്ന് ഉറക്കമൊഴിച്ച് പഠിക്കുന്നതിന് മാത്രമല്ല നമ്മൾ എഫേർട്ട് എന്ന് പറയാം. നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ഫുൾ മാർക്ക് അല്ലെ ഫുൾ A+ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ എഫേർട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഇടണം. എല്ലാ ദിവസവും നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫുൾ A+ എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ കുട്ടികൾ ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്കിപ്പം സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചത് മനസ്സിലാവാഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ വെറുതെ ഒരു കുറ്റം പറഞ്ഞിട്ടല്ല കാര്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലാകുന്നിടത്ത് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ അതിനർത്ഥം എന്താ, മിസ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ പോവാണോ? അല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്താലാണ് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാൻ തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇനി അതിന് പറ്റാത്ത മക്കളാണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ക്ലാസ്സുകളുണ്ട്, നിങ്ങൾ അത് കണ്ടിട്ടെങ്കിലും പഠിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എന്താണ് റിസോഴ്സസ് ചുറ്റുമുണ്ട്, അത് നിങ്ങൾ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റും. ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ആയതുകൊണ്ടാണ്, ടീച്ചേഴ്സ് പഠിപ്പിച്ചത് മനസ്സിലാവാത്തത് കൊണ്ടാണ്, ആ ചോദ്യങ്ങൾ ഞങ്ങളെ ചെയ്യിപ്പിക്കാത്തത് കൊണ്ടാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. ആൻഡ് നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേന്ന് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നൊരു സംഭവം ഇനി ഉണ്ടാവില്ല. അതെപ്പോൾ മുതലാണ് തുടങ്ങിയത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, പക്ഷെ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം നമ്മുടെ കൊറോണ വന്ന സമയത്ത്, 2020 കൊറോണ വന്ന സമയത്ത് എന്താണ്, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി പറ്റില്ല. ആ സമയത്താണ് ഫോക്കസ് ഏരിയ എന്ന് പറയുന്നൊരു സംഭവം വന്നത്. കുറച്ച് കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, പരീക്ഷ എഴുതാണ്. അപ്പോൾ എന്താണ്, ആ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചു പോയാൽ മതി. ആൻഡ് അത് അങ്ങനെ തന്നെ ചോദിക്കുകയും ചെയ്യും. പ്രീവിയസ് ഇയർ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞു അല്ലേ. ഇപ്പം നിങ്ങൾ വൃത്തിയായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മാതൃകാ ചോദ്യപേപ്പർ തരുന്നുണ്ട്, എല്ലാം തരുന്നുണ്ട്. എന്താണ് വേണ്ടത്, നിങ്ങൾ പഠിക്കണം. പഠിച്ചിട്ടില്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നഷ്ടം ആർക്കായിരിക്കും, നിങ്ങൾക്ക് മാത്രമായിരിക്കും അല്ലേ. ഇനി അങ്ങോട്ട് നല്ലപോലെ പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഫുൾ A+ കിട്ടുള്ളൂ. നല്ലപോലെ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ തലയിൽ നിന്ന് പഠിക്കുന്നതല്ല, സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി പഠിക്കുന്ന കുട്ടിക്ക് മാത്രമേ, അതും കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുന്ന മാർക്ക് മാത്രമേ ഫുൾ A+ കിട്ടുള്ളൂ. അതെൻ്റെ കുട്ടികളെ കൊണ്ട് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണോ? അല്ല. നിങ്ങൾക്ക് വേറെ ഒരു ജോലി ഇല്ലല്ലോ മക്കളെ. നിങ്ങൾക്ക് കുടുംബം നോക്കാനുണ്ടോ, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുണ്ടോ, നിങ്ങൾക്ക് വീട് നോക്കാനുണ്ടോ, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ചിലവിന് കൊടുക്കാനുണ്ടോ? ഒന്നുമില്ല. നിങ്ങളുടെ ഡ്യൂട്ടി വെറും പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലേ. നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ നോക്കി നോക്കൂ,
അവരെന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് രണ്ടുപേരും ജോലിക്ക് പോകുന്നവരായിരിക്കും. അവർ വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു, നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ രാവിലെ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ പാരൻസ് പോകുന്നത്, ജോലിക്ക് വേണ്ടി പോകുന്നത്. അത് കഴിഞ്ഞ് വന്നിട്ടും നിങ്ങളുടെ കാര്യങ്ങളാണ് അവർ നോക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് വേണം, സ്കൂളിൽ പോകുമ്പോൾ ബാഗ് വേണം, ബുക്ക് വേണം, യൂണിഫോം വേണം, നിങ്ങളുടെ മറ്റ് ആവശ്യങ്ങൾ വേണം. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അവർ ചെയ്യുന്നില്ലേ? അവർക്ക് വേണേൽ പറഞ്ഞിരുന്നൂടെ, ഞങ്ങൾക്ക് വയ്യ, ഞങ്ങൾക്ക് മടിയാണ്, ഞങ്ങൾക്കും കുറച്ച് ഇൻസ്റ്റഗ്രാം റീൽസ് നോക്കണം അല്ലേ? അവർക്കും വേണേൽ പറഞ്ഞൂടെ? അവരും നമ്മളെപ്പോലെ തന്നെ മനുഷ്യന്മാരാണല്ലേ, അവർക്കും എൻജോയ് ചെയ്തൂടെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ. അവർ ആ കാര്യങ്ങളെല്ലാം മാറ്റി വെക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന നമ്മുടെ പാരൻസിന് നമുക്ക് വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ റിസൾട്ട്. അത് നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടും തീർച്ചയായിട്ടും പറ്റും. ഇനി റിസൾട്ട് എന്തോ ആയിക്കോട്ടെ അല്ലേ, ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ ആയിരിക്കണമെന്നില്ല അന്നത്തെ ദിവസത്തെ പരീക്ഷ അല്ലേ, പക്ഷേ എഫേർട്ട് നമുക്കിടാലോ. അതിന് നമ്മൾ ആരും തടയുന്നില്ല, ആൻഡ് നമ്മൾക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇനി മുതലെങ്കിലും അല്ലേ, എൻ്റെ കുട്ടികൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ A+ വാങ്ങിക്കാൻ പറ്റും. അത് മിസ് ഞാൻ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ പഠിക്കാനുള്ള സമയം എൻ്റെ കുട്ടികളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ 8 സ്കൂൾ തുറക്കുകയാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. നിങ്ങൾക്ക് ഫെബ്രുവരി കൂടെ കൂട്ടിയാൽ തന്നെ 6 മാസം നിങ്ങളുടെ മുന്നിലുണ്ട്. സുഖമായിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഡെയിലി പഠിക്കണം. അങ്ങനെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ എൻ്റെ കുട്ടികൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, മിസ് ഞങ്ങൾ പഠിക്കും അല്ലേ, ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ഞങ്ങളുടെ പാരൻസിന് വേണ്ടിയിട്ടും ഞങ്ങൾ പഠിക്കും. ആ ഒരു കാര്യം എൻ്റെ മക്കളൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ പഠിച്ച് തുടങ്ങുക തന്നെ ചെയ്യും. അതിനിപ്പോൾ മിസ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടിട്ട് പഠിക്കണം തോന്നുകയാണെങ്കിൽ അതുണ്ട്. അതല്ല നിങ്ങൾക്ക് സ്കൂളുകളിലെ ക്ലാസ് എഫക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ് പോയിട്ടുള്ള ക്ലാസ്സുകളൊന്നും നമുക്കിനിപ്പം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ വേണം, ആ ചോദ്യങ്ങളൊക്കെ വേണം. അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബാച്ചസിലാണെങ്കിൽ നമ്മുടെ ബാച്ചസിൽ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. ഇനി വരുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനും പറ്റും, ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ള മക്കൾക്ക് എന്ത് ചെയ്യാൻ, താഴേക്ക് അന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഡെസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്, വർക്ക് ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ത് സപ്പോർട്ടിനും. ഓക്കെ, അപ്പോൾ അത് എൻ്റെ മക്കൾ മനസ്സിലാക്കുക, അടിപൊളിയായിട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.